തിരുവചനം തിരുവചനം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവെ വരണമേ. അവിടുത്തെ ഇഷ്ടദാസി പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ നിറഞ്ഞു നിൽക്കണേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവെന്ന്. ജെറമ്യാ 5:14. എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സവൻ തുറന്നു. മാതാവേ, ഈ വചനാഭിഷേകങ്ങൾ ഞങ്ങൾ വെളിപ്പെടുന്നതിന് വേണ്ടി, ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും വെളിപ്പെടുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഒരിക്കൽ കൂടി കേൾക്കാം. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇത് ഓഫറുകളുടെ ഒരു കാലമാണ്. ദൈവവചനം നൽകുന്ന ഒരു ഓഫറാണ് നമ്മൾ കേട്ടത്. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവന് 2 ഓഫർ. ഒന്നെടുത്താൽ 2 ഫ്രീ എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു കാര്യം ചെയ്താൽ 2 കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും. ഒന്ന്, നീ നിൻ്റെ ആത്മാവിനെ എന്താണ് ചെയ്യേണ്ടത്? പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിച്ചാൽ ഒന്നാമത്തെ ഓഫർ, നീ നിൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും, നിൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റും. ഈ 2 കാര്യങ്ങൾ. എല്ലാ ഓഫറുകളുടെ കാലമാണ്. ഇഷ്ടംപോലെ ഓഫറുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഫ്രീ ആയിട്ട് തരുന്നതിനെയൊക്കെയാണ് ഓഫർ എന്ന് നമ്മൾ പറയുക. നമ്മൾക്ക് ആവശ്യമുള്ളതൊന്നായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ അവർ ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങൾ, അതാണ് ഓഫറുകൾ എന്ന് പറയുന്നത്. കാറ് മേടിക്കുമ്പോൾ നമുക്ക് പല ഓഫറുകൾ, 10,000, 20,000, 50,000 ഓഫറുകളൊക്കെ തരും. ലാപ്ടോപ്പ് മേടിച്ചാൽ അതിന് കൂടെയുള്ള ആക്സസറീസ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരും. ഫോൺ മേടിച്ച് കഴിഞ്ഞാലും അങ്ങനെ പല ഓഫറുകളുണ്ട്. സോപ്പ് മേടിച്ചാൽ ഒരു സോപ്പ് ഫ്രീ അല്ല, 2 സോപ്പ് മേടിച്ചാൽ 3ാമതൊരു സോപ്പ് ഫ്രീ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓഫറുകൾ മുതൽ വലിയ വലിയ ഓഫറുകളുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി മനോഹരമായ ഒരു ഓഫർ ദൈവം നമുക്ക് വാഗ്ദാനം ദൈവവചനത്തിലൂടെ തന്നിരിക്കുകയാണ്. അതാണ്, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ തന്നെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇനി ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. വളരെ മനോഹരമായ ഉദാഹരണം കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തും. ഇത് ജീവിച്ച് കൊച്ചു ത്രേസ്യ ഈ ഓഫർ 2 എടുത്ത ഒരു സംഭവമുണ്ട്. ഒരു സംഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലുണ്ട്. ഇതിലൊരു സംഭവം, ഹെൻറി ഫ്രാൻസിനി എന്ന കുപ്രസിദ്ധനായ കൊലയാളി, അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അവൻ 2 സ്ത്രീകളെ കൊലപ്പെടുത്തി, ഒരു കുഞ്ഞിനെയും കൊലപ്പെടുത്തി, ഒരു മോഷണ ശ്രമത്തിനെതിരെ ഇടയിൽ. അപ്പോൾ അങ്ങനെ കൊലക്കുറ്റം ചെയ്ത ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കോടതി. അപ്പോൾ ഇത് പത്രത്തിലൂടെ അറിഞ്ഞ കൊച്ചു ത്രേസ്യ ഈ ഫ്രാൻസിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. പലവിധ പരിത്യാഗങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു. കുർബാന ചെല്ലിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇവൻ്റെ ആത്മാവ് നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുത്, ഇവൻ അനുതാപത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകണം എന്നതാണ് കൊച്ചു ത്രേസ്യയുടെ ആഗ്രഹം. ഈ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കാൻ, അവൻ്റെ ആത്മാവിനെ നേടാനായിട്ട് കൊച്ചു ത്രേസ്യ പരിശ്രമിക്കുകയാണ്. എന്നിട്ട് ഇവൾ കർത്താവിനടുത്ത് ഒരുപാട് പ്രാർത്ഥനകളും പരിത്യാഗകൃത്യങ്ങളൊക്കെ അർപ്പിച്ചിട്ട് കർത്താവിനോട് ചോദിക്കും, അവൻ്റെ ആത്മാവ് രക്ഷപ്പെടുമെങ്കിൽ എനിക്കൊരു അടയാളം തരണം. പരസ്യമായ ഒരു അനുതാപത്തിൻ്റെ പ്രകടനത്തോടു കൂടി അവൻ മരിക്കാവുള്ളൂ. മരണത്തിന് മുമ്പ് അവൻ എന്തെങ്കിലും ഒരു അനുതാപത്തിൻ്റെ പ്രകടനം കാണിക്കണം. കൊച്ചു ത്രേസ്യ കാത്തിരുന്നു.
വധശിക്ഷയുടെ ദിവസമായി. വധശിക്ഷയ്ക്ക് മുമ്പ് കുമ്പസാരോ കാര്യങ്ങളോ ഒന്നും ഫ്രാൻസിനി ചെയ്തില്ലെങ്കിലും പരസ്യമായ ഒരു അനുതാപത്തിൻ്റെ പ്രകടനം അവൻ കാണിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: വൈദികൻ നീട്ടിപ്പിടിച്ച ക്രൂശിത രൂപത്തിൽ 3 പ്രാവശ്യം ഫ്രാൻസിനി ചുംബിച്ചു. അതിനുശേഷമാണ് കൊലക്കയറിലേക്ക് അവൻ നീങ്ങിയത്, വധശിക്ഷയിലേക്ക് അവൻ നീങ്ങിയത്. കൊച്ചു ത്രേസ്യയ്ക്ക് വലിയ സന്തോഷമായി. കർത്താവ് കൊടുത്ത വലിയ അടയാളം, കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥനകൾ ഫലപ്രദമായി എന്നുള്ളതിന് വലിയ അടയാളം. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച അവൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചു. അവൾ ഫ്രാൻസിനിയെക്കുറിച്ച്, ഹെൻറി ഫ്രാൻസിനിയെക്കുറിച്ച് പറയുക എൻ്റെ ആദ്യ ജാതൻ എന്നാണ് പറയുന്നത്. കാരണം പ്രാർത്ഥന കൊണ്ട് വീണ്ടെടുത്ത ആത്മാവാണ് ഹെൻറി ഫ്രാൻസിനിയുടെ ആത്മാവ്. കൊച്ചു ത്രേസ്യയ്ക്ക് വളരെ സന്തോഷമായി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, കൊച്ചു ത്രേസ്യ ആരായി? കൊച്ചു ത്രേസ്യ വിശുദ്ധയായി. കൊച്ചു ത്രേസ്യയും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മാവിനെ രക്ഷിച്ചു, തൻ്റെ ആത്മാവിനെ നേടി, അതുപോലെ തന്നെ തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റി. നമുക്കും സാധിക്കണം പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്താനായിട്ട്. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിലാപങ്ങളുടെ പുസ്തകം മനോഹരമായ വാക്യമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ മനോഹരമായ വചനം ഇങ്ങനെ പറയുകയാണ്: രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ, നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയല്ല, നിന്റെ മക്കളുടെ ജീവന് വേണ്ടി. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി കരങ്ങൾ ഉയർത്താനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് വചനത്തിലൂടെ. ഈ വചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനകൾ പരിത്യാഗത്തോടു കൂടി ആകണമെന്നുള്ളതും കൂടെയാണ് ഈ വചനം. കണ്ണുനീർ ഒഴുകട്ടെ, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക, വിശ്രമമില്ലാതെ പ്രാർത്ഥിക്കുക. ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ചൊരിയുക. സ്നേഹമുള്ളവരെ, നമുക്കിതിന് സാധിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. നൽകിയിരിക്കുന്ന വാഗ്ദാനം, കർത്താവ് വാഗ്ദാനം നൽകിയാൽ വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, അത് കർത്താവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിനെ നമുക്ക് ഓർക്കാം, സ്വീകരിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ വചനമുണ്ട്. ജെറുസലേമിന് ശിക്ഷ എന്നുള്ളതാണ് തലക്കെട്ട്. 9-ാം അധ്യായം, എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ നമ്മളൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം ദൂതരെ അയക്കുകയാണ് നഗരത്തെ ശിക്ഷിക്കാനായിട്ട്. ജെറുസലേം നഗരത്തിലേക്ക് ശിക്ഷാവിധി കടന്നു പോവുകയാണ്. ദൈവം തൻ്റെ ശിക്ഷാദൂതന്മാരെ അയക്കുകയാണ്. അവർ 6 പേര് കടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അവരിൽ ഒരുവനെ വിളിച്ചിട്ട് അവനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ദൈവദൂതനോട് പറയുകയാണ്: ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ. നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, കരുണ കാണിക്കരുത്. വൃദ്ധനും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളമുള്ള ആരെയും തുടരുത്. അടയാളമുള്ള ആരെയും തുടരുത്. എന്ത് ചെയ്യണം? ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ഈ അടയാളമിട്ടവരെ ആരെയും തുടരുത്. എന്നിട്ട് പറയണം, അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു. ഒരുവനോട് പറഞ്ഞു നെറ്റിയിൽ അടയാളമിടുക, മറ്റുള്ളവരോട് പറഞ്ഞു, ബാക്കി 5 പേരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുക. അപ്പം നെറ്റിയിൽ അടയാളമില്ലാത്ത എല്ലാവരെയും നിശേഷം വധിക്കുക, എന്നാൽ അടയാളമുള്ള ആരെയും തുടരുത്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, കരങ്ങൾ ഉയർത്തുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണിത്. ആ പാപിയുടെ ആത്മാവിനെ അവൻ നേടുമെന്ന് മാത്രമല്ല, അവൻ്റെ തന്നെ ആത്മാവിനെ സുരക്ഷിതമാക്കും. അതുകൊണ്ട് ഈ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങൾ പാഴായിപ്പോകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വഴിതെറ്റിയവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച്, അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വിശുദ്ധരുടെ ജീവിതത്തിൽ തന്നെ വീണ്ടും നമുക്ക് ആഗസ്തീനോസിനെയും മോനിക്ക പുണ്യവതിയെയും എടുത്തു കഴിഞ്ഞാൽ
നീണ്ട 27 വർഷം മോനിക്ക പുണ്യവതി ആഗസ്തീനോസിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. 27 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആഗസ്തീനോസ് മാനസാന്തരപ്പെട്ടു. ആഗസ്തീനോസ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു. മോനിക്ക പുണ്യവതിയായി. മോനിക്ക വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതും വ്യക്തമായ അടയാളമല്ലേ? യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞതിന് വ്യക്തമായ അടയാളമല്ലേ? പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നു, തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അതുപോലെ തന്നെ തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പാപപരിഹാരവും കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് മറ്റു പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏത് പാപമേഖലയാണോ ഉള്ളത്, ഈ പാപമേഖലയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ പാപത്തിനൊരു പരിഹാരമായിട്ടും കൂടെ അത് മാറും. ജീവിതത്തിൽ ചില തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആ തഴക്കദോഷം പോലെ തന്നെ പാപത്തിൽ ജീവിക്കുന്ന മറ്റനേകം ആളുകൾ കാണും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമാകുകയും ചെയ്യും. അവരുടെ ആത്മാവും രക്ഷപ്പെടും, നമ്മുടെ ആത്മാവും രക്ഷപ്പെടും. മോനിക്ക പുണ്യവതി നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ഇനി എസ്തപ്പാനോസിനെ നിന്ന് എടുത്താലോ? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാം അധ്യായത്തിൽ എസ്തപ്പാനോസിനെ നമ്മൾ കാണും. വളരെ മനോഹരമായ രംഗമാണ്. എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയുണ്ട്. യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം മനോഹരമായൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അവസാന വാക്യത്തിൽ, 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഇങ്ങനെ കാണുകയാണ്: കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. എസ്തപ്പാനോസ് മരിച്ചു. കല്ലേറുകൊണ്ട് അവൻ മരിച്ചു, രക്തസാക്ഷിയായി. എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നു. സാവൂള് മാനസാന്തരപ്പെട്ടു. അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് പൗലോസ് അപ്പസ്തോലൻ കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇവിടെയാണ് പ്രിയമുള്ളവർ. എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനകളാണ്, എസ്തപ്പാനോസിൻ്റെ രക്തസാക്ഷിത്വമാണ്, എസ്തപ്പാനോസിൻ്റെ കൈകൾ ഉയർത്തിയുള്ള പ്രാർത്ഥനകളാണ്, ആത്മാവിനെ സമർപ്പിച്ചതാണ്, ക്ഷമയോടെയുള്ള പ്രാർത്ഥനയാണ് പൗലോസിനെ സൃഷ്ടിച്ചത്. തീഷ്ണമതിയായ അപ്പസ്തോലനായ പൗലോസിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുക. അത് നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കും. എസ്തപ്പാനോസും വിശുദ്ധനായി, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി പൗലോസും വിശുദ്ധനായി. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. ഈ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അവിടെ 22-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു രംഗവും കൂടിയുണ്ട്. 22-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, 30-ാമത്തെ വാക്യം, 22-ാം അധ്യായം 30-ാമത്തെ വാക്യം: ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു. കോട്ട എന്താണ്? പ്രാർത്ഥനയുടെ കോട്ട, പരിഹാരത്തിൻ്റെ കോട്ട. ഒരു ദേശത്തിന് ചുറ്റും പരിഹാരത്തിൻ്റെ കോട്ട കെട്ടാനായിട്ട് നമുക്ക് പറ്റും പ്രിയമുള്ളവരെ. ഈ പരിഹാരത്തിൻ്റെ കോട്ട കെട്ടിയില്ലെങ്കിൽ, കെട്ടാത്തതിൻ്റെ പേരിൽ ആ ദേശം നശിപ്പിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരണം, പാപപരിഹാര പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ഒരു ദേശത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ പാപത്തിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഉത്തരവാദിത്വമാണ് അവന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അവന് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ രക്ഷിക്കും, അവൻ്റെ ആത്മാവിനെ രക്ഷിക്കും. നമ്മളും വിശുദ്ധിയിലേക്ക് ഉയരും, അവരും വിശുദ്ധിയിലേക്ക് ഉയരും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ബാബിലോൺ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ അയച്ചുകൊണ്ട് ജെറമിയ പ്രവാചകൻ വഴി ദൈവം പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 29-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ ഭാഗം കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, അവരുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബാബിലോണിൻ്റെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇസ്രായേലിൻ്റെ ക്ഷേമം ഇരിക്കുന്നതെന്ന് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബാബിലോണിൽ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽക്കാരോട് പറയുകയാണ്, നിങ്ങൾ ആ ദേശം നശിച്ചു പോകാൻ വേണ്ടി, നിങ്ങളുടെ ശത്രുക്കളാണ് ബാബിലോൺകാർ, പക്ഷേ അവർ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച്
ആ ദേശത്ത് നന്മയുണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം പ്രവാചകനിലൂടെ ആവശ്യപ്പെടുകയാണ് ഇസ്രായേൽ ജനത്തോട്. നിങ്ങളുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിൻ്റെ അയൽവാസി, നിൻ്റെ ഇടവകയിലുള്ളൊരു കുടുംബം, അല്ലെങ്കിൽ നിനക്കറിയാവുന്ന എൻ്റെ സുഹൃത്ത് പാപത്തിലാണോ ജീവിക്കുന്നത്, അവൻ്റെ അനുതാപം നിൻ്റെ കൂടി കടമയാണ്. അവൻ അനുതപിക്കേണ്ടത് നിൻ്റെ കൂടെ ആവശ്യമാണ്. ഇന്നൊരുപാട് പേര് അനേകരെ വഴിതെറ്റിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ വഴിതെറ്റിക്കുന്ന അനേകം ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കും. തെറ്റായ ബന്ധങ്ങളിലേക്ക് യുവജനങ്ങളൊക്കെ ഒരുപാട് പോകുന്നത് എന്ത് സുഹൃത്ത് ബന്ധങ്ങളാണ് പ്രശ്നം. ഈ സൗഹൃദങ്ങളല്ല നമുക്ക് ആവശ്യം. മദ്യപാനത്തിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സൗഹൃദങ്ങളല്ല നമുക്ക് ആവശ്യം. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സൗഹൃദങ്ങളല്ല നമുക്ക് ആവശ്യം. പാപബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളുണ്ട്. കൊള്ളാം, നിനക്ക് പറ്റിയ ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രേമബന്ധങ്ങളിലൊക്കെ കുട്ടികളെ കൊടുക്കുന്ന കൂട്ടുകാർ. നമ്മളൊരിക്കലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. പറയുന്നത് പാപത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്ന് വരരുത്. മറിച്ച് വേണ്ടത്, പാപത്തിലൊരു കുട്ടി പെട്ടു എന്നറിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരണം, പരിഹാര പ്രാർത്ഥനകൾ ഉയരണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ നമ്മുടെ ആത്മാവിനെ നേടും. ജോർജ് മ്യൂളർ എന്നൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഷാലോമിൽ തന്നെ ഒരിക്കൽ, ഷാലോം ടൈംസിൽ മാസികയിൽ വായിച്ചൊരു സംഭവമാണ്. ജോർജ് മ്യൂളർ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ഡയറിയിൽ 3 വ്യക്തികളുടെ, കഠിനപാപികളുടെ പേരുകൾ എഴുതി വെച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. 3 വർഷം കാലം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു. ജോർജ് മ്യൂളർക്ക് സന്തോഷമായി. 33 വർഷക്കാലം പ്രാർത്ഥിക്കേണ്ടി വന്നു രണ്ടാമത്തെ ആൾ മാനസാന്തരപ്പെടാനായിട്ട്. അങ്ങനെ 33 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ടാമത്തെ ആളും മാനസാന്തരപ്പെട്ടു. നീണ്ട 55 വർഷങ്ങൾ ജോർജ് മ്യൂളർ പ്രാർത്ഥിച്ചു. എന്നിട്ടും മൂന്നാമത്തെ ആൾ മാനസാന്തരപ്പെട്ടില്ല. മരണക്കിടക്കയിൽ ജോർജ് മ്യൂളർ ആയിരിക്കുമ്പോൾ ജോർജ് മ്യൂളറിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, അതിൽ 2 പേർ മാനസാന്തരപ്പെട്ടു, ഒരാൾക്ക് വേണ്ടി 55 വർഷം അങ്ങ് പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹം മാനസാന്തരപ്പെട്ടില്ലല്ലോ. അപ്പോൾ ജോർജ് മ്യൂളർ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, അവനും മാനസാന്തരപ്പെടും, കാരണം നീണ്ട 55 വർഷം അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹേമുള്ളവരെ, ജോർജ് മ്യൂളർ മരിച്ചു 2 വർഷങ്ങൾക്ക് ശേഷം, 57ാമത്തെ വർഷം എന്ന് പറയേണ്ടി വരും. 2 വർഷങ്ങൾക്ക് ശേഷം, ജോർജ് മ്യൂളറിൻ്റെ മരണത്തിന് ശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മൂന്നാമത്തെ കഠിനപാപിയും മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനകളൊന്നും പാഴായി പോവില്ല. മധ്യസ്ഥ പ്രാർത്ഥനകളെ ദൈവം വിലമതിക്കുന്നു. ജോർജ് മ്യൂളർ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യം ഇന്നും ഈ വചനപ്രഘോഷണ വേദിയിൽ പ്രഘോഷിക്കപ്പെടുന്നു. ഈശോയുടെ ശിരസിലെ തൈലാഭിഷേകം നടത്തിയ സ്ത്രീയെക്കുറിച്ച് ഈശോ പറഞ്ഞു, എവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഇവളുടെ ചെയ്ത കാര്യവും പ്രഘോഷിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് ജോർജ് മ്യൂളർ ഒരു 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇന്നും വചനപ്രഘോഷണ വേദികളിൽ, മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന വേദികളിൽ പറയപ്പെടുന്നു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെന്ന് പരിശോധിക്കാൻ പറ്റും. അനേകർക്ക് മാതൃകകളായിട്ട് നമ്മുടെ ജീവിതം മാറട്ടെ. നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരീകരണത്തിലേക്ക് കൊണ്ടുവരാം. അപ്പം അതുകൊണ്ട് വചനം നമുക്ക് ഓർക്കാം. എസെക്കിയേൽ 22-ാം അധ്യായത്തിന് 30-ാം വാക്യം, ദൈവം നമ്മുടെ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് നമുക്ക് കോട്ട പണിയാം, പരിഹാരത്തിൻ്റെ കോട്ട പണിയാം, പ്രാർത്ഥനയുടെ കോട്ട പണിയാം, വിള്ളലുകൾ അടയ്ക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ആരുടെയെങ്കിലൊക്കെ പ്രാർത്ഥനയുടെ കുറവിൻ്റെ ഫലമായിട്ട് കുടുംബത്തിലേക്ക് തിന്മ കടന്നു വരാത്ത വിധം കുടുംബത്തിലെ പ്രാർത്ഥനയുടെ കുറവുകളെ അടയ്ക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. വിള്ളലിൽ നിലയുറപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. വിശുദ്ധാത്മാക്കളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങൾ നമുക്ക് മാതൃകയാണ്. അബ്രാഹാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു മനോഹരമായ മാതൃകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സോദോം ഗൊമോറയെ നശിപ്പിക്കാനായിട്ട് ദൈവദൂതന്മാർ പോവുകയാണ്. ദൈവദൂതന്മാർക്ക് വട്ടം നിന്ന് അബ്രാഹാം ചോദിക്കുകയാണ്, 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ, 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ, 5 കുറഞ്ഞാൽ കുഴപ്പമുണ്ടോ, 30 ഉള്ളെങ്കിലും സഹകരിക്കാമോ, നശിപ്പിക്കാതിരിക്കാമോ? അവസാനം 10 വരെ എത്തുന്നുണ്ട് അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന. ഒരു ദേശത്ത് നാശം കടന്നു വരാതിരിക്കാനായിട്ട് അബ്രാഹം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന മനോഹരമായ രംഗം ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ജോബ് 1:5 നമ്മളൊന്ന് എടുത്ത് വായിച്ചാൽ അവിടെയും കണ്ടെത്താനായിട്ട് സാധിക്കും. ജോബ് പ്രാർത്ഥിക്കുകയാണ്,
തൻ്റെ മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലികൾ അർപ്പിക്കുകയാണ്. അവർ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ജോബ് അവർക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി അവരെങ്ങാനും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാപത്തിന് പരിഹാരം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന അഹ്റോനെയും ഹൂറിനെയും നമ്മൾ കണ്ടുമുട്ടും. അമലേക്കരുമായുള്ള യുദ്ധത്തിൽ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേലിന് ജയം. ജോഷുവയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ജയിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വഴി ദൈവം ലോകത്തോട് കരുണ കാണിക്കട്ടെ. ഈ പ്രാർത്ഥനകൾ വഴി നമുക്ക് നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ലോകത്തിൻ്റെ പാപപരിഹാരം, ഞങ്ങളുടെ പാപപരിഹാരം എല്ലാം ഭംഗിയായി ചെയ്ത് ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഈ സമയം മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാൻ ഞങ്ങളെ ഇടയാക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം, പരിഹാരത്തിൻ്റെ ഒരു അഭിഷേകം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണീരോടെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന കണ്ണീരോടെ ജനത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരായിട്ട് ഞങ്ങളുടെ സമൂഹം മാറട്ടെ. അനേകർക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ ഉപകാരപ്പെടട്ടെ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ തിരുനാമത്തിൽ ജീവിക്കുന്ന ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.